ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സായ കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ ഒരു മസാലക്കടലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 300 ഗ്രാം പച്ച നിലക്കടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും വറുത്ത നിലക്കടല എടുക്കരുത്, പച്ച എടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പോളം കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ പെരിയും കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കളർപ്പൊടിയാണ്, അത് ഓപ്ഷനിലാണ് കേട്ടോ. വേണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. കുട്ടികൾക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നല്ല വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളപ്പിച്ച എണ്ണയാണ്. ആ ചൂടോടുകൂടി തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതാണ്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടാലിയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കടല വെന്ത് കിട്ടില്ല, നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്, മസാലക്കടല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണയിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളി പല്ലുണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കടലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഇടുമ്പോഴാണ് നമ്മുടെ മസാലക്കടലയ്ക്ക് നല്ലൊരു മണം കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് മറക്കാതെ തന്നെ അരിപ്പൊടി, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ കട്ടായി പോയതാണ്, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ ഒരു നമ്മുടെ മസാലക്കടലയാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ക്രിസ്പിനെസ് ആണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.